എഴുത്തിലൂടെ സർക്കാരിനെ ചോദ്യം ചെയ്ത ഒരു വലിയ കാലം മലയാള മാധ്യമ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് സത്യവും നീതിയും പറയാൻ ധൈര്യം കാണിച്ച പത്രപ്രവർത്തകനാണ് ഈ കഥയിലെ നായകൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ അദ്ദേഹം ഭരണകൂടത്തിലെ അഴിമതിക്കെതിരെ ശക്തമായി എഴുതി. അതിന് പ്രതിഫലമായി ശിക്ഷയും നേരിട്ടു. ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതം മാധ്യമ പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മലയാളത്തിന്റെ പത്രപ്രവർത്തനത്തിന്റെ പിതാവായ ധീര പോരാളിയായിരുന്നു കെ രാമകൃഷ്ണൻ പിള്ള. രാമകൃഷ്ണൻ പിള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായി പങ്കെടുത്തൊരു ധീര പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ കർശനമായി വിമർശിച്ചു. അഴിമതിയുടെയും അനീതിയുടെയും വിശുദ്ധമായ എഴുത്ത് കൊണ്ട് പോരാളി. 1910 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ നാടുകടത്തുകയും പത്രം അടച്ചുപൂട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ധൈര്യവും സത്യവാദിത്വവുമാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനത്തിലേക്ക് ഉയർത്തിയത്. കേരളൻ എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. 1907 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജഗോപാലാചാരിയുടെ തെറ്റായ നയങ്ങളെ സ്വദേശാഭിമാനി പത്രം ശക്തമായി വിമർശിച്ചു. രാജകൊട്ടാരത്തിലെ ധൂർത്തിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും രാജാധികാരത്തെ ചോദ്യം ചെയ്യുകയും പൗരത്വ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുകയും ചെയ്തുകൊണ്ട് സ്വദേശാഭിമാനിയുടെ താളുകളിൽ സർക്കാരിന്റെ അഴിമതിയും ഭരണവൈകല്യങ്ങളും വിമർശന വിധേയമാക്കി. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പല ആധുനികമായ ആശയങ്ങളും ആദ്യമായി മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണ പിള്ളയാണ്. പൊതുജനം, സമുദായം, സ്വത്തവകാശം, ഭരണവ്യവസ്ഥിതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് രാമകൃഷ്ണപിള്ള എഴുതിയിരുന്നു. രാജഗോപാലാചാരിക്കെതിരെയുള്ള നിരന്തര വിമർശനങ്ങളെ തുടർന്ന് 1910 പത്രം കണ്ടുകെട്ടാനും രാമകൃഷ്ണപിള്ളയെ നാടുകടത്താനും തീരുമാനിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. നാടുകടത്തിയതിനു ശേഷം ഭാര്യയുമായി മദ്രാസ്, പാലക്കാട് പ്രദേശങ്ങളിൽ സഞ്ചരിച്ച ശേഷം കണ്ണൂരിൽ താമസമാക്കി. അക്കാലത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് എന്റെ നാടുകടത്തൽ. മാധ്യമങ്ങൾക്ക് ധൈര്യമായി എഴുതാനുള്ള മാതൃകയായും ഭാവി തലമുറയെ പ്രചോദിപ്പിച്ചു എഴുത്തിലൂടെ ദേശീയ ബോധമുണർത്തി ഇന്നും ഇദ്ദേഹം ഒരു പ്രചോദനം.